ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BPAG 174 12ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റെക്കഗ്നിഷൻ ഓഫ് ഇക്കോളജിക്കൽ ലിമിറ്റ്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് എന്നുള്ള യൂണിറ്റാണ്. വളരെ ചെറിയൊരു യൂണിറ്റാണ്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്, ഒക്കെ നമുക്കറിയാമല്ലേ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻവയോൺമെൻറ്റൽ റിസോഴ്സസിൻ്റെ ഒക്കെ ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഒരുപോലെ എത്തുക അല്ലെങ്കിൽ ഒരുപോലെ വീതിക്കുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ എൻവയോൺമെൻറ്റൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഗ്രഡേഷൻ എൻവയോൺമെൻറ്റ് ഉണ്ടായാൽ അത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിനെയും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ്സിനെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഒക്കെ ബാധിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ എന്തെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെന്ത് വേണം, ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ഗ്ലോബൽ ആക്ഷൻ, എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു ഗ്ലോബൽ ആക്ഷന് അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്കോളജിക്കൽ അറിയുമ്പം ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഒരു കൂട്ടായ്മ, ഒരു ഹാർമണി ബിറ്റ്വീൻ ദ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ, മനുഷ്യന്മാരും അവർ നേച്ചറും തമ്മിലുള്ള ആ ഒരു ഹാർമണിയേനെയാണ് അത് പറയുന്നത്. ഇതിൽ തന്നെ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ വേണം. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, ബിസിനസ്സിൻ്റെ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റീസിൻ്റെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹ്യൂമൻസും നേച്ചറും തമ്മിലുള്ള ആ ഒരു ഐക്യം നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ത് ഉറപ്പ് നൽകുന്നു, ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും, നമ്മുടെ പ്ലേസ്, ജെൻഡർ, നാഷണാലിറ്റി, റിലീജിയൻ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. അതിനാണ് എന്ത് പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസ്. ഇപ്പം കേവലം കുറച്ച് വിഭാഗക്കാർ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് മാത്രം പരിഗണന നൽകി അതാണോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? ഇല്ല, എല്ലാവർക്കും ഒരുപോലെ തുല്യ അവകാശം നൽകുന്ന, തുല്യ അവസരങ്ങൾ നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ട്രൈബൽസ്. നമ്മൾ ട്രൈബൽ മീൻ ആദിവാസി വിഭാഗത്തിൽ വിടുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത് ട്രൈബൽസ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കറിയാം ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ്. നമ്മൾ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസിൽ നമുക്ക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻസിൻ്റെയും അല്ലെങ്കിൽ നോൺ ഹ്യൂമൻസിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം ട്രൈബൽസ്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അവർ പലപ്പോഴും ഒരു എൻവയോൺമെൻറ്റൽ തരമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവർ എപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട്. കാരണം അവരാരും അതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് അഥവാ വൈൽഡ് ലൈഫുമായിട്ട്, ഫോറസ്റ്റുമായിട്ട് ഏറ്റവും ഇണങ്ങി പ്രവർത്തിക്കുന്നത് ആരാണ്, ഈ ട്രൈബൽസ് ആണല്ലോ. പക്ഷേ അവരെപ്പോഴും അവരുടെ തീരുമാനം എടുക്കൽ നിന്ന് അവരെ എപ്പോഴും ഒഴിവാക്കപ്പെടുന്നത് കാണാറുണ്ട്. അപ്പം അതൊരു സോഷ്യലായിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ് ആണ് അല്ലേ. അപ്പം ട്രൈബൽസ് നമുക്കറിയാം അവർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, അവർ ഫോറസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ആളുകളാണ് അവർ. അതുപോലെ തന്നെ അവർ നാച്ചുറൽ റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളും കൂടെയാണ് കേട്ടോ. നമ്മളെപ്പോലെ അത് നാശാക്കി കളയുന്ന ആളുകളല്ല, അവർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പലരും എന്താണ് അതിനൊരു ദൈവത്തിനെ പോലെ, മരത്തിനൊക്കെ ഒരു ദൈവത്തിനെ പോലെ പൂജിക്കുന്ന ഒരുപാട് ട്രൈബൽസ് ഒക്കെ ഉണ്ട്. അപ്പം അവരങ്ങനെയാണ് അതിനെ ഒരു സാക്രഡ് വസ്തുവായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷന്, ഇൻഡസ്ട്രിയലൈസേഷന് ഒക്കെ എന്നിട്ട് കാരണമായി കൂടുതൽ ഒരുപാട് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവാൻ കാരണമായി. അങ്ങനെ ഈ ഡീഫോറസ്റ്റേഷന് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് കൂടി എന്താ പറയുക, സ്ഥലം ഒഴിപ്പിച്ച് വേറെ ഒഴിവാക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വരുമ്പം അവിടെയുള്ള കുടിയേറ്റക്കാരൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുമല്ലോ. അപ്പം അതുപോലെ തന്നെ അവിടുന്ന് ഒരുപാട് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കലുണ്ടായി. അപ്പം അതൊക്കെ കൂടുതലായിട്ടും ബാധിക്കൽ ഈ ട്രൈബൽസിനെയാണ്. കാരണം അവർ ആദിവാസികൾ, ഈ കാട്ട് സംബന്ധമായിട്ടുള്ളത് വരൽ ഈ ഒരു ആദിവാസികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പം നമുക്കറിയാം 2011 8.6% ട്രൈബൽസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം നമ്മൾ ഇന്ത്യയിൽ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 2006 ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യെസ്, നമ്മുടെ ഈ ട്രൈബ്സിൻ്റെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ആണ് കൊണ്ടുവന്നത്. അപ്പം എന്താണ്, അവർക്ക് അവരുടെ ജീവിക്കാനും അതുപോലെ തന്നെ അവർക്ക് എന്തിനുള്ള ഇതുണ്ട്, അവർ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ, ഒരു ഉത്തരവാദിത്വം കൂടെ അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അവകാശം അതിലൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻജസ്റ്റിസ്, ഇതുപോലത്തെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ ട്രൈബ്സിന് എന്താണ്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പോലെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിനൊരു കുറച്ച് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം നർമ്മദ ഡാമിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ട്രൈബൽ ഫാമിലീസിന് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൻഹ ടൈഗർ റിസർവ്, നമ്മുടെ കർണാടകയിലുള്ള ഒരു കൻഹ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രൈബൽസിന് അവിടെ നിന്ന് എവിക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് നാഷണൽ പാർക്ക്, ആസാമിലുള്ള ഓറഞ്ച് നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവിടുന്ന് കുടിയൊഴിപ്പിച്ച്
പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് പലപ്പോഴും ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷന് പോലും ഇത് കാരണമാകാറുണ്ട്. അപ്പം മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഈ ട്രൈബൽസിനൊക്കെ ഇപ്പം നമ്മുടെ സാധാരണ ആളുകൾക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം ഒക്കെ കൊടുത്ത് അവിടെ വീടുകളൊക്കെ വെച്ചെടുക്കും. പക്ഷേ ഈ ട്രൈബൽസിനെ സംബന്ധിച്ച് അവരുടെ ലൈവ്ലിഹുഡ് എല്ലാം ഒരു ഫോറസ്റ്റിലാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് അവരുടെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ ഏറ്റവും വലിയൊരു അവകാശ ലംഘനമായിട്ടാണ് അതുണ്ടാവുക. അപ്പം എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് എന്ന് പറയുമ്പം എല്ലാ ആളുകൾക്കിടയിലും ഒരുപോലെ തുല്യമായിട്ട് എന്താണ് അത് ഇതാക്കാൻ കഴിയണം. അതുപോലെ നമ്മുടെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിൽ ട്രൈബൽ റൈറ്റ്സിനെ ഒന്നും ഒരിക്കലും എന്താക്കാൻ പാടില്ല, ഒരു ബാഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അതിലൂടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഇപ്പം ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ ഒരു പ്രാധാന്യമാണ് പറയുന്നത്. ഇപ്പം ഇൻഡിജീനിയസ് എന്ന് പറയുമ്പം അവിടെ ആ പ്രദേശത്ത് നിൽക്കുന്ന തദ്ദേശവാസികൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ട്രൈബൽസിനൊക്കെ ആലോചിച്ചാൽ നമുക്കറിയാം അവരെന്താണ് ഇൻഡിജീനിയസ് പീപ്പിൾസ് ആണല്ലേ. അപ്പം അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് നോളേജ് പ്രാക്ടീസസ് അതിലൂടെയൊക്കെ എന്താണ് അവരിങ്ങനെ പരമ്പരാഗതമായി കൈമാറി വരുന്ന ആ ഒരു രീതിയിലും ചട്ടത്തിലൂടെയൊക്കെയാണ് അവരങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പലപ്പോഴും പല ആളുകൾ എന്താണ് പ്ലാന്റ്സിനെയും ഫോറസ്റ്റിനെയും ഒരു സാക്രഡ് ആയിട്ടുള്ളൊരു വസ്തുവായിട്ട് ഒരു റിലീജിയസ് ബിലീഫിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ട് അതിനെ വേർഷിപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ എന്താണ് അത്രയും ഭംഗിയായിട്ട് അതിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൽ 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് കൺസേർവിങ് പ്ലാന്റ്സ് ആൻഡ് ഫ്യൂണ എന്ന് പറയുന്നത്. അപ്പം പല പ്ലാന്റ്സും കൺസേർവ് ചെയ്യുന്നതിൽ ആർക്ക് ഏറ്റവും വലിയ റോളുണ്ട്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അവർ വഹിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം അവരുടെ അടുത്ത് എന്താണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് റൈസ് ആയിക്കോട്ടെ, മൈസ് ആയിക്കോട്ടെ, മില്ലറ്റ്സ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അവർ പല വെറൈറ്റീസും അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ട്രൈബൽസിൽ തന്നെ കുറിച്യ, കാസി, ഗാരോ, പരിയാർ തുടങ്ങിയിട്ടുള്ള പല ടൈപ്സ് ഓഫ് ആളുകളുണ്ടല്ലേ. അപ്പം അവരുടെ അടുത്തൊക്കെ എന്താണ് പല റൈസ് വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പം ഈ ഒരു വെറൈറ്റീസൊക്കെ നമ്മളിൽ ഇപ്പോഴത്തെ വെറൈറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് അവർ പ്രിസർവ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ അടുത്തുള്ള എന്താണ് ഈ വെറൈറ്റീസൊക്കെ പലപ്പോഴും എന്താണ് അഗ്രികൾച്ചറായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാംസിന് നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോലും അതിനെ കൊണ്ടുപോകാറുണ്ടെന്നുള്ളത്. അപ്പം അത്രയും നല്ല രീതിയിൽ അവരാണ് അതിനൊക്കെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അവരെ പ്ലാന്റ്സിനായിക്കോട്ടെ, ഫ്യൂണ ഈ ഒരു സംഭവത്തിനൊക്കെ ആയിക്കോട്ടെ, ഫ്യൂണ എന്ന് മീൻസ് ജീവജാലങ്ങളാണ് കേട്ടോ. അപ്പം അതിനൊക്കെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കുണ്ട്, ഈ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾസിന് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് കൺസേർവിങ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ട്രൈബൽസ് എന്താണ് വൈൽഡ് ലൈഫുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഐക്യത്തോടെ ജീവിക്കുന്ന ആളുകളാണല്ലേ. അപ്പം ഒരു ഇതിൽ നമ്മൾ ടെക്സ്റ്റിൽ 1-2 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ്റെ ഫലമായിട്ട് എന്താണ് ഒഡീഷയിൽ ഈ ബ്ലാക്ക് ബക്സിൻ്റെ അളവ് പോപ്പുലേഷന് കൂടി. ആദ്യം എത്രയോ 500 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ 1990-കളിലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ്റെ ഭാഗമായിട്ട് അത് ഇൻക്രീസ് ചെയ്ത് എന്താണ് 4044ഓളം എണ്ണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് 2018 കണക്കനുസരിച്ച്. അപ്പം ഇതൊക്കെ സംഭവിച്ചത് എന്താണ് ഒരു കൺസർവേഷൻ എഫേർട്ടാണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു കൺസർവേഷൻ എഫേർട്ടിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം അവരെന്താണ് അത്രയും വൈൽഡ് ലൈഫായിട്ട് ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അവരെ തന്നെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും പല ജീവജാലങ്ങളെയും എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ വേറൊരു കേസ് പറയുന്നുണ്ട്, ടൈഗറിൻ്റെ കൂടെ ഒരുപാട് ടൈഗേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ അതിലൂടെയൊക്കെ ജീവിച്ച് പോകുന്ന ആളുകളാണ് അവർക്ക് അവരുടെയൊക്കെ തരണം ചെയ്യാനും അവരെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ കമ്മ്യൂണിറ്റി ട്രൈബ്സിനുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പലപ്പോഴും ഒരു ഡാമിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മൈനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടോ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടോ എപ്പോഴും നമ്മൾ ഒഴിവാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റീസിനെ പലപ്പോഴും ഒരു സോഷ്യൽ എക്സ്ക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സിലൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു അവരെ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാറാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്നതും അവരെയൊക്കെ ഉൾച്ചേർത്ത് കൊണ്ട് തന്നെയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, പാർട്ടിസിപ്പേഷൻ ഇതൊക്കെയാണ് ഇതിലൂടെ ഉറപ്പ് വരുത്തേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിൾസ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിന് എത്രത്തോളം നല്ല കാര്യങ്ങളാണ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ത്രൂ ഔട്ട് പറയുന്നത്. സോ അത്രയേ ഉള്ളൊരു യൂണിറ്റ്.